മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവര് ഈ ന്യായീകരണത്തിൽ അവര് ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ്. അവരുടെ മിക്കവാറും നേതാക്കന്മാരും അവര് PhD എടുത്ത ആളുകളാണ് ന്യായീകരണത്തിൽ. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ നമ്മുടെ ശശി, ഷൊർണൂരിലെ മുൻ MLA ശശിയുടെ കേസാണ്. ശശിയുടെ കേസ് വന്ന സമയത്ത് എത്ര വലിയൊരു ന്യായീകരണമാണ് അവര് നടത്തിയത്. ലോകത്തിൽ ഇങ്ങനെ ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടാവും? തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നത്. ഇത് നിങ്ങൾ ലോകത്ത് പീഡന കേസുകളിൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ നിങ്ങൾ തെരഞ്ഞു നോക്കിയോളൂ, ഇങ്ങനെ ഒരു ന്യായീകരണം ലോകത്ത് എവിടെയും ഉണ്ടായിട്ടുണ്ടാവില്ല. തീവ്രത കുറഞ്ഞ ഒരു പീഡനമാണ് നടന്നതെന്ന് ഇവര് സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവരുടെ കയ്യിൽ AK ബാലന്റെ കയ്യിലും ശ്രീമതി ടീച്ചറുടെ കയ്യിലും എന്താ യന്ത്രം വെച്ച് അളന്നു നോക്കിയതാണോ ഇവർ തീവ്രതയുടെ അളവ് എന്നൊക്കെ നമ്മൾ ചോദിച്ചതാണ്. എന്തായാലും അതല്ല അവിടെ വിഷയം ഇവിടെ നേരത്തെ ഷോൺ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള KSIDC എന്തുകൊണ്ട് ഈ അന്വേഷണത്തെ എതിർക്കുന്നു എന്ന്. അനിൽ, ഈ അന്വേഷണം KSIDC എതിർക്കും. കാരണം ഇത് അന്വേഷണം നല്ല രീതിയിൽ ശരിയായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രതി വരാൻ പോകുന്നത് KSIDCയുടെ നോമിനി ഡയറക്ടറായ രവിചന്ദ്രൻ രാജൻ എന്ന് പറയുന്ന CPMന്റെ നോമിനിയാണ് ഇതിൽ ഒരു പ്രതിയായിട്ട് വരാൻ പോകുന്നത്. കാരണം ഒരു നോമിനി ഡയറക്ടറെ സംബന്ധിച്ച് കമ്പനീസ് ആക്ടിലെ 166 വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിന് ചില ചുമതലകളുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഇരുത്തിയിരിക്കുന്നത് അണ്ടിപ്പരിപ്പും ചായയും കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, സർക്കാരിൻ്റെ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുജനങ്ങളുടെ പണം സംരക്ഷിക്കേണ്ട ചുമതലയായിരുന്നു KICDCയുടെ നോമിനി ഡയറക്ടർക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് അവിടെ ചെയ്തിട്ടില്ല. കാരണം ചെയ്തിരുന്നുവെങ്കിൽ ഈ 1.74 കോടി രൂപ വീണ വിജയന് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. അപ്പൊ ആ തീരുമാനത്തിൽ നോമിനി ഡയറക്ടർ എന്തു പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്. അപ്പൊ അവിടെ അന്വേഷണത്തിൽ നോമിനി ഡയറക്ടർ ഒന്നും പറഞ്ഞില്ല എന്നിരിക്കട്ടെ, നോമിനി ഡയറക്ടർ ആൻസറബിൾ ആണ്. നോമിനി ഡയറക്ടർ അതിൽ സ്വാഭാവികമായിട്ടും ആ പൈസ നഷ്ടപ്പെട്ടതിൽ ഒരു പ്രതി നോമിനി ഡയറക്ടർ ശ്രീമാൻ രവിചന്ദ്രൻ രാജൻ എന്ന് പറയുന്ന CPMന്റെ നോമിനി ഉത്തരം പറയേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ട് KSIDC ഈ അന്വേഷണം എതിർക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. അത് എതിർത്തില്ലെങ്കിൽ ഈ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ KSIDCയുടെ നോമിനി ഡയറക്ടർ മാത്രമല്ല, അത് അടുത്ത പടി അത് വ്യവസായ മന്ത്രി, ഈ നോമിനി ഡയറക്ടറെ വെച്ചിട്ടുള്ള വ്യവസായ മന്ത്രിയിലേക്ക് കൂടെ പോകുമോ എന്ന് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. അപ്പൊ ഇത് വളരെ വളരെ സ്വാഭാവികമാണ്. ഈ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള KSIDC പോലെയുള്ള കമ്പനികളുടെ തലത്തിൽ ഇതെല്ലാ ശ്രമവും നടത്തും. ഇവര് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇവര് നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രഗത്ഭരായ വക്കീൽമാരെ ഇറക്കും. ഇതെല്ലാം പൊതുജനങ്ങളുടെ പണമാണ് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ 100% നടത്തും എന്ന് നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയം ഇവിടെ ജയരാജ് ഇവിടെ സൂചിപ്പിച്ചത് BJPക്ക് വിഷയദാരിദ്ര്യമാണ്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി വന്ന് ഇവിടെ അദ്ദേഹം ചങ്കൂറ്റത്തോട് പറയണ്ടേ ഇത് ഏത് ഓഫീസിലാണ് അഴിമതി നടന്നത് എന്നുള്ളത്. ഡോക്ടർ ജയരാജൻ, എല്ലാ ബഹുമാനവും താങ്കളോട് നിലനിർത്തി സൂചിപ്പിക്കുകയാണ്. ഏത് ഓഫീസിലാണ് അഴിമതി നടന്നതെന്ന് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പോലും ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാം. അവിടെ വിശദീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഇപ്പൊ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു വിഷയവും ഇവിടെയില്ല. താങ്കൾ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. താങ്കൾ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പും ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭാവന അന്ന് ആരാണോ ഭരിക്കുന്നത് ആ പാർട്ടികൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് BJPക്കാണ് MP-മാരിൽ 60% MP-മാരും BJPക്കാണ്. അപ്പം മൊത്തം ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വന്നിട്ടുള്ള പൈസയുടെ 60% BJPക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പറയുന്ന കോൺഗ്രസിന് എത്ര ശതമാനം സീറ്റാ? ഏതാണ്ട് 10% സീറ്റാണ്. അവർക്കും ഈ 10% പൈസയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കായ 1% സീറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ 1% പൈസയെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറവേ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. അത് സ്വാഭാവികമാണ്. അതായത് ഏത് പാർട്ടിക്കാണോ കൂടുതൽ MP-മാർ, കൂടുതൽ MLA-മാർ, അവർക്ക് കൂടുതൽ സംഭാവന ലഭിക്കുന്നത്
അത് സ്വാഭാവികമാണ്. അത് ഈ പറയുന്നതിൽ അതിൽ യാതൊരു തെറ്റുമില്ല. സുപ്രീം കോടതി കണ്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ. സുപ്രീം കോടതി കാണാതെ പോയ ചില സംഗതികളുണ്ട്. അത് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറയാൻ അവസരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അത് പൊതുജനങ്ങൾ കൂടി ആരാണ് കൊടുക്കണം എന്ന് അറിയണം എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി കാണാതെ പോയതൊരു വിഷയം. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ കണക്കുമുണ്ട്. ആരാണ് ഇത് ഈ പറയുന്ന പൈസ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നതെന്ന് മുഴുവൻ വിവരവും അവരുടെ കയ്യിലുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ബോണ്ട് ഇറക്കുന്നത്. അപ്പൊ ഇതില് യാതൊരു സീക്രസിയും സത്യത്തിൽ ഇല്ല. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അതാണ് പറയാനുള്ളത്. മറ്റൊരു വിഷയം, ഞാൻ ഡോക്ടർ ജയരാജനോട് യോജിക്കുന്ന ഒരു വിഷയം മാത്യു കുളനാടനെ സംബന്ധിച്ചാണ്. മാത്യു കുളനാടൻ ഈ പറയുന്ന ഒരു സീരിയൽ, ഒരു ത്രില്ലർ സീരിയൽ പോലെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഈ ഇൻഫർമേഷൻ വിടുന്നതിന് പകരം ആ മൊത്തം ഇൻഫർമേഷൻ എടുത്തിട്ട് ആ ഇഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉള്ളിൽ അയക്കേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ അയക്കാം. അദ്ദേഹം ഇങ്ങനെ ദിനംപ്രതി പത്രസമ്മേളനം നടത്തി പാർട്ടിയിൽ തന്നെ അദ്ദേഹം ഒറ്റപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോ ഇത് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്നതിന് പകരം ആ തേങ്ങയൊന്ന് എത്രയും പെട്ടെന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്വാമി ഇത് എല്ലാവർക്കും വലിയ ഉപകാരമാവും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉള്ളിലേക്ക് അയക്കേണ്ട ആളുകളെയൊക്കെ നമുക്ക് ഉള്ളിൽ അയക്കാം. ഈ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ ഡോക്ടർ ജയരാജനോട് യോജിക്കുന്നു. മറ്റുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ ജയരാജന് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനുണ്ട്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയേ പറ്റൂ, നിവൃത്തിയില്ല. പക്ഷേ ഈ കുറ്റത്തെ സംബന്ധിച്ച്, അവിടെ നടന്നിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഡോക്ടർ ജയരാജും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്ത് സേവനമാണ് എക്സാലോജിക്ക് ആ പൊതുമേഖലാ കമ്പനിക്ക് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമായ KISIDCക്ക് ഷെയർ ഉള്ള ഈ കമ്പനിക്ക് CMRLന് കൊടുത്തത് എന്ന് മാത്രം വ്യക്തമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഈ ചർച്ച, എനിക്ക് തോന്നുന്നു വലിയൊരു അളവ് വരെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്ത് സേവനമാണ് എക്സാലോജിക്ക് കമ്പനിക്ക് നൽകിയത്? 1.74 കോടി രൂപ വില വരുന്ന എന്ത് സേവനമാണ് നൽകിയത്? മാത്രം ഡോക്ടർ ജയരാജ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി.